നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് പട്ടായയിലാണ്. നമ്മുടെ അതായത് ഒരാഴ്ചൻ്റെ മുകളിലായി ഇവിടെ വന്നിട്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇവിടേക്ക് വരാൻ പെട്ടെന്ന് സുപ്രഭാതത്തിലുണ്ടായ പ്ലാനാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. രാജീവ് ഗാന്ധിനെ തോന്നുന്നുണ്ട്. എന്തായാലും മുംബൈ എയർപോർട്ടിലാണ്. അതായത് നമ്മൾ ഹൈദരാബാദ് ട്രിപ്പ് ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഹൈദരാബാദിൽ നമ്മൾ ഗ്രൂപ്പിൻ്റെ കൂടെ പോയതേനു. അപ്പോൾ അതിന് മുന്നേ 30-35 ദിവസമായി കംപ്ലീറ്റ് ഫുൾ ടൈം ട്രാവലായിരുന്നു. അതിൻ്റെ ഇടയിൽ 2 അറബ്സ് കേരളം കാണാൻ വന്ന് അത് കഴിഞ്ഞിട്ട് നേരെ ഡൽഹിക്ക് പോയി അവിടെ 2 ഗ്രൂപ്പിനെ ആഗ്ര ഡൽഹി സെറ്റ് ചെയ്തിട്ട് നടന്ന് പോന്നു. അങ്ങനെ നേരെ ഹൈദരാബാദ് ട്രിപ്പ് നേരെ ഇങ്ങോട്ട് പോരുകയാണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് എത്തി. അതായത് ഞാൻ നമ്മുടെ മുംബൈയിൽ നമ്മളെ മനോജേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അവിടെ നേരെ എന്ത് ചെയ്തു, നേരെ ഒരൊറ്റ പ്ലാൻ ചെയ്തിട്ടുണ്ട് ട്രിപ്പും. അതായത് ഓൾക്ക് മുംബൈ സമാജത്തിൻ്റെ മലയാളി സമാജത്തിൻ്റെ ട്രിപ്പുണ്ട്. ആ ട്രിപ്പ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പരിപാടി കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് പോകുന്നു. ആ സമയത്ത് നാട്ടിലേക്ക് പോകുന്നതിന് പകരം നേരെ ബാങ്കോക്ക് ടിക്കറ്റ് എടുത്തു, നേരെ പോന്നു. അന്ന് തന്നെ TDSC അതായത് തായ്ലൻഡ് ഡിജിറ്റൽ അറൈവൽ കാർഡൊക്കെ അന്നാണ് ഫില്ല് ചെയ്യണത്. നേരെ അവിടെ നിന്ന് പോകുന്നു. കറൻസി ഒക്കെ ചേഞ്ച് ചെയ്താണ് നേരെ പോകുന്നു. കറൻസി ചേഞ്ച് ചെയ്യാനുള്ള അതേപോലെ തന്നെ ഇവിടേക്ക് വരാനുള്ളതും TDSC ഫോം എങ്ങനെ ഫില്ല് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ വോയേജർഗ്രാം ഇൻ്റർനാഷണൽ എന്നുള്ള പേരിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഇപ്പോൾ നമ്മൾ നേരെ തായ്ലൻഡ് എത്താനായി. ആണോ, തായ്ലൻഡിൽ ഫുക്കറ്റ് നമ്മൾ കഴിഞ്ഞ വർഷം പോയിരുന്നു. ഇപ്പോൾ നമ്മൾ ബാങ്കോക്കിലെത്തി. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് നമ്മൾ ഹോട്ടലിലേക്ക് പോകണം. അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളുണ്ട്, ഒക്കെ വിശദമായി പറഞ്ഞുതരാം. ബാങ്കോക്ക് ആണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അതായത് ഭയങ്കര തിരക്കുള്ള ടൈമാണ്. അപ്പോൾ കുറേ വീഡിയോസ് നമ്മൾ കണ്ടിരുന്നു. TDSC അതായത് തായ്ലൻഡ് ഡിജിറ്റൽ അറൈവൽ കാർഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ തിരക്കുള്ള ഏരിയകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്ലൻഡിലേക്ക് വരുന്ന സമയത്ത് ആദ്യം ചെയ്യണം, നമുക്ക് വിസ വേണ്ട ഇവിടെ. ഓക്കെ, വിസ ഫ്രീ ആണ്, ഇന്ത്യൻസിന് ഓൺ അറൈവൽ വിസയാണ്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ TDSC എന്ന ഫോമുണ്ട്, തായ്ലൻഡ് ഡിജിറ്റൽ അറൈവൽ കാർഡ്. ആ ഫോം ഫില്ല് ചെയ്യുക. ആ ഫോം ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യേണ്ടത്, ഇത് നോക്കേണ്ടത്. അതായത് നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്ലൈറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ തായ്ലൻഡിൽ നമ്മുടെ നേരത്തെ പറഞ്ഞത് ബാങ്കോക്ക് എയർപോർട്ടിൽ എത്തിയിട്ടോ. അപ്പോൾ രാത്രി ഏകദേശം 5 അവിടുത്തെ ഒരു 5 മണി 6 മണിക്ക് നമ്മളിവിടെ എത്തുന്നത്. ഇവിടെ വന്നു. അപ്പോൾ കുറേ ആളുകൾ നമ്മളിവിടുന്ന് പരിചയപ്പെട്ടു. പോകുന്ന വഴിക്കൽ കുറേ ആളുകളോട് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ്. അതായത് ഒരു ഹറിബരിയാണ്. പക്ഷേ ഇവിടെ വരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് തായ്ലൻഡ് ഡിജിറ്റൽ അറൈവൽ TDSC ഫോം ഉണ്ടല്ലോ, അതിനുള്ള ക്യൂ ആണ് ഇപ്പോൾ കണ്ടത്. ഭയങ്കര അങ്ങനെ നമ്മൾ ക്യൂ നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മൾ 2-3 സുഹൃത്തുക്കൾ കിട്ടിയിട്ടോ, അഹമ്മദാബാദുകാരാണ്. അപ്പോൾ നമ്മൾ ക്യൂ നിൽക്കുന്ന സമയത്ത് നമ്മൾ കയ്യിൽ നിർബന്ധമുണ്ട്, ഇമിഗ്രേഷനിലാണ്. അപ്പോൾ വിസ, അതേപോലെ തന്നെ TDSC ഫോം, പിന്നെ നമ്മുടെ പാസ്പോർട്ട്, പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് കയ്യിൽ വേണം. ഓക്കെ, അപ്പോൾ ലഗേജുകളൊന്നും കൂടുതൽ കൊണ്ടുവരാതിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉണ്ടല്ലോ ഒറ്റ ബാഗുള്ളത്. ഓക്കെ, അപ്പോൾ അധികം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സോളോ വൈബിൽ പോരുന്ന സമയത്ത് നമുക്ക് ലഗേജുകൾ എടുക്കാനും പിന്നെ അത് ഓടിപ്പോയാനൊക്കെ ബുദ്ധിമുട്ടും. ചെറിയ ബാക്ക് പാക്കിങ്. ഇനി എന്തെങ്കിലും നമുക്ക് വീട്ടിൽ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ 5 കിലോൻ്റെ കയ്യിലുള്ളൂ. അതിൽ 2 പാൻറ്റും 3 ഷർട്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും, നമ്മളെ ഒരു 3-4 ചെക്കന്മാരെ കണ്ടിന്യൂ ഇവിടുന്ന് ഓരവിടെ പെട്ടിക്കണം. അപ്പോൾ ഓരോന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കണം. ഓക്കെ, കാരണം നമ്മൾ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായില്ലേ, ഓലാണ് ചാർജ് തന്നത്. മീൻസ് പവർ ബാങ്ക്. ഓല ഇവിടെ വെയിറ്റ് ചെയ്യണം. എത്ര സമയമാണ് ഇതുപോലെ കണ്ടിട്ട് ഞാൻ പോവുള്ളൂ. സോ ഫൈനലി ഏകദേശം 2 മണിക്കൂറിന് ശേഷം വരെ കിട്ടി. കാരണം ഒന്നുമില്ല, ഒരു കണക്ഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങിക്കണം, ഇത് ഫോണിൽ ചാർജ് ഉണ്ടായില്ല. അവൻ്റെ പവർ ബാങ്ക് തന്നു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബന്ധതാണല്ലോ. ഞാനങ്ങനെ ചാടി കയറിയിട്ട് എല്ലാവരുടെ കമ്പനി ആവണ ഒരാളും അല്ല കേട്ടോ. മീൻസ് നമ്മൾ അപ്പോൾ അത്രയും നല്ലൊരാൾ ഫീൽ ചെയ്തു. ദേ ആർ ഫ്രം പോർബന്ദർ, ഗുജറാത്ത്. ഹലോ. What's your name? I'm Paras. I'm from Porbandar. Lucian. So നമ്മൾ യാത്രയോടെ ഇങ്ങനെ പോവാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ബാങ്കോക്ക് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ താഴെ ഗ്രൗണ്ട് ഫ്ലോറിന് 4ാമത്തെ ഗേറ്റിലൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലുള്ള ഗ്രാബ് ആപ്ലിക്കേഷന്, അതായത് ഗ്രാബ് നമ്മൾ എയർപോർട്ടിൽ 1 മണിക്കൂർ നമുക്ക് ഫ്രീ വൈഫൈ കിട്ടും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, ആ 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് വെക്കുക. നമുക്ക് പോകാനുള്ള ഹോട്ടൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്ത് വരുന്നതാണ് ബെറ്റർ. ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വക കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആ വക കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ആ ഒരു 1 മണിക്കൂറിനുള്ളിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, ലഗേജ് മാക്സിമം കുറയ്ക്കുക. അപ്പോൾ നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്തു. നമ്മളിവിടുന്ന് എയർപോർട്ടിൽ നിന്ന് എന്ത് ചെയ്തു, വൈഫൈ ഉണ്ട് അവിടെ. 1 മണിക്കൂർ നമ്മളെ ഇമെയിൽ ID വെച്ച് നമുക്ക് വൈഫൈ യൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്തു.
എന്നിട്ട് ഞാൻ ഇവർ പോണ ലൊക്കേഷനിലേക്കാണ് പോണത്. അവിടുന്ന് ഓരോ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഹോസ്റ്റൽ എടുക്കുക, അവർ റൂമാണ് എടുക്കുന്നത് ഹോട്ടലിൽ. 2 പേരുണ്ടായതുകൊണ്ട് പിന്നെ നമ്മൾ ഇപ്പോഴത്തെ പ്ലാൻ ഒറ്റക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ 1-2 സുഹൃത്തുക്കൾ വരും. അപ്പോൾ നമ്മൾ നേരെ ഇനി ഗ്രാബ് ബുക്ക് ചെയ്തു, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ബുക്ക് ചെയ്തത്. ആ ഗ്രാബിന് കാത്തിരിക്കാൻ കേട്ടോ. ഇവിടുത്തെ ഗ്രാബുകളുടെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ ഇപ്പോൾ നമ്മളെ ഊബർ ഉണ്ടല്ലോ നാട്ടിലത്തെ, അതേപോലത്തെ സെറ്റപ്പാണ്. അത് ഊബറും ഇതും ഒരേപോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഊബറിൽ യൂസ് ചെയ്യുന്ന പർപ്പസ് ഒന്നാണ്, പക്ഷെ ഇവിടുത്തെ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പെർഫെക്റ്റ് വണ്ടികളാണ്. അത് ഓരോ ക്ലാസ് വണ്ടികളുണ്ട്. റേറ്റ് ആണെങ്കിലും കുറവാണ് നമ്മൾ നാട്ടിലേക്ക് റേറ്റ് കൂട്ടുമ്പോൾ. ഇതുണ്ടോ കൊറോള ആൾട്ടീസ്, അതേപോലെ തന്നെ പല രീതിയിലുള്ള വണ്ടികൾ ഇവിടെ വരുന്നുണ്ട്. മിനിമം ഇതേപോലത്തെ കൊറോള ആൾട്ടീസ് വണ്ടികളാണ്. അങ്ങനെ ഏറെ നേരത്തെ ടൈമിനൊടുവിൽ, അതായത് നമ്മളവിടെ എടുക്കുന്ന സമയത്ത് നമ്മൾ ലൊക്കേഷൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ മാറും. അപ്പോൾ അവിടുത്തെ ഈ ഒരു ഗ്രാബിൻ്റെ ഒഫീഷ്യൽ സ്റ്റാഫുകൾ അവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും. ഓല് എന്ത് ചെയ്യും, ഇത് പറഞ്ഞിരുന്നു. എന്നിട്ട് നമ്മളെ വണ്ടി എത്തി. ഇനി നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ബാങ്കോക്കിൻ്റെ അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾക്കും റോഡുകളുടെ ഇടയിലൂടെ നമ്മളിങ്ങനെ പോവാണ്. അപ്പോൾ നമ്മളെ ചെക്കന്മാർ അവിടെ ഹോട്ടലിലാക്കി. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു, നേരെ നടന്നിങ്ങനെ പോരുകയാണ്. അപ്പോഴാണ് ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത്. അതായത് ബാങ്കോക്കിൻ്റെ വാക്കിംഗ് സ്ട്രീറ്റിലൂടെയാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കംപ്ലീറ്റ് ഇതേപോലത്തെ കഫേകൾ, ബാർ, പബ്ബ്, അങ്ങനെ പല രീതിയിലുള്ള പരിപാടികൾ, അതിൻ്റെ ഇടയിൽ ബോഡി മസാജുകൾ, കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒടുവിൽ കുറേ നടന്ന് ഇന്നലത്തെ രാത്രി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറേ നടന്ന് നമ്മൾ ഒടുവിൽ ഒരു ഹോസ്റ്റൽ കണ്ടെത്തി. NY ഹോസ്റ്റൽ, നമ്മുടെ ഒരു മുംബൈക്കാരൻ നടത്തുന്നതാണ്. അങ്ങനെ അവൻ്റെ ഹോസ്റ്റലിൽ നമ്മൾ സ്റ്റേ ചെയ്തു. അങ്ങനെ 2 ദിവസം ആയപ്പോഴേക്കും നമുക്ക് ഏകദേശം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഇവിടുന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി. നമ്മൾ 2 ദിവസം ഇങ്ങനെ നടക്കുമല്ലോ, വെറുതെ ഇങ്ങനെ, അതായത് നിലാവിച്ചത് കോഴിക്കുട്ടികൾ ഇറങ്ങി നടക്കുമല്ലോ എന്ന മാതിരി നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെ നടന്ന് അവിടുത്തെ ഏകദേശം കാര്യങ്ങളൊക്കെ റൂട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്താണ്ട് നമ്മൾ കുറച്ച് ഹോട്ടലുകളൊക്കെ ഒന്ന് അവിടെ നിന്നായി. പക്ഷേ ബാങ്കോക്കിൽ അത്രത്തോളം വലിയ കാണാനുള്ള സംഭവമൊന്നുമില്ല. 1-2 ടെമ്പിളുകൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത ലക്ഷ്യം എന്താ വെച്ചാൽ ഇവിടുന്ന് പട്ടായ പോകണം, അതായത് ബാങ്കോക്കിൻ്റെത്. പക്ഷേ ഇന്ന സമയത്തോളം പട്ടായയാണോ, ഞാനിപ്പോൾ പട്ടായയിൽ ഇരുന്നിട്ടാണ് ഈ വോയിസ് ഇടുന്നത്. പട്ടായയിലാണോ അതോ ബാങ്കോക്കിലാണോ ഫുക്കറ്റിലാണോ തായ്ലൻഡിൽ ഏറ്റവും ടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന സമയത്തോളം എനിക്ക് ഫീൽ ചെയ്തത് ഏറ്റവും നല്ല രസമായിട്ട് കാഴ്ച ഭംഗി, ഇനി എന്താ പറയുക, ബാക്കിയുള്ള കള്ളുടിക്ക് മസാജിനൊക്കെ പോകേണ്ട ആളുകൾക്ക് എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തത് ഫുക്കറ്റാണ്. ഓക്കെ, പിന്നെ നല്ല പ്രോപ്പർ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മസാജ് സെൻറ്ററുകളിൽ കയറുക. ഒരു 300-400 ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി മസാജ് ഫുൾ ബോഡി കിട്ടും. അത് നല്ല രീതിയിൽ കിട്ടും. മറ്റത് അതിൻ്റെ ഇടയിൽ എന്താ പറയുക, സെക്സും പരിപാടിയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആകെ എന്ത് ചെയ്യും, ചിലപ്പോൾ നല്ല എന്തെങ്കിലും പാളും. ഓക്കെ, അങ്ങനെ നമ്മൾ പരിപാടികളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൽ വീണ്ടും പാർട്ടികളും പബ്ബുകളും കാണുന്നു, വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നു. അവിടെ കുറച്ച് നേരം പോയിട്ട് ചാടി കളിക്കുന്നു. അവിടുത്തെ 1-2 ആളുകൾ നമ്മൾ പരിചയപ്പെടുന്നു. എങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ത്യക്കാരും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ ഹോസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളുകളൊക്കെ ഇതേപോലെ നമ്മളെപ്പോലെ ഒറ്റയ്ക്ക് വരുന്ന ആളുകളാണ്. അങ്ങനെ അതൊരു ഗ്രൂപ്പായി കണ്ടാണ് നമ്മൾ പോവുക. അതാണ് ഈ സോളോ ട്രാവലിങ്ങിൻ്റെ ഏറ്റവും വലിയ ഇത്. കാരണം പല കോൺടാക്റ്റുകൾ കിട്ടുന്നു, ഭയങ്കര കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. എവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നില്ല. അങ്ങനെ പോയാണ്ട് നമ്മൾ നേരെ എന്ത് ചെയ്യും, ഇനി നമ്മൾ അടുത്തൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ നേരെ ബാങ്കോക്കാണ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൊണ്ടുപോകാം.